ഗ്ലാസ്സിൽ ബിയർ വീഴുന്ന സൗണ്ടൊക്കെ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, ഞാനിപ്പോൾ ബിയറിനെ പ്രൊമോട്ട് ചെയ്യാനല്ല വന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പവർ ഫാക്ടറിനെ കുറിച്ചിട്ട്. നമ്മളെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ ബിയർ ഒഴിച്ചപ്പോഴത്തേക്ക് ബിയറിൽ ആ ഗ്ലാസ് ഫുള്ള് മാത്രമേ നമുക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലങ്ങനെ ഒഴിച്ചപ്പോഴത്തേക്ക് 3/4 ഭാഗം ബിയറും വന്ന് ബാക്കി കുറച്ച് ഭാഗം പതയും വന്നു. അപ്പോൾ ഇതിൽ ഈ പതയും ബിയറും ചേർന്നിട്ടുള്ള അളവിനെയാണ് നമ്മൾ അപ്പാരൻ്റ് പവർ എന്ന് പറയുന്നത്, അതായത് കൊടുക്കുന്ന ടോട്ടൽ പവർ. ഇനി ഈ ബിയറിന് താഴത്തെ ബിയറിന് മാത്രം അതാണല്ലോ നമുക്ക് ഉപയോഗമുള്ളത്, അതല്ലേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ബിയറിന് മാത്രമാണ് ആക്റ്റീവ് പവർ, അതായത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പവർ എന്ന് ഇലക്ട്രിസിറ്റി ആയിട്ട് വന്നിട്ട് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലത്തെ പതയുണ്ടല്ലോ, ഈ പതേനെ പറയുന്ന പേരാണ് റിയാക്റ്റീവ് പവർ. അതിന് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, അതിനെ പറയുന്നതാണ് റിയാക്റ്റീവ് പവർ എന്നുള്ളത്. ഇനി പവർ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്റ്റീവ് പവറും അപ്പാരൻ്റ് പവറും തമ്മിലുള്ള റേഷ്യോ ആണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ